ഓക്കെ. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ നമുക്കിനി മൊഡ്യൂൾ 4 കൂടിയാണുള്ളത്. എന്താണെങ്കിലും മൊഡ്യൂൾ 4ന് ഒത്തിരി ടൈം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് മൊഡ്യൂൾ 4ന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് വെച്ചാൽ എന്താണ്, IO മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്, പ്രോഗ്രാംഡ് IO എന്താണ്, ഇന്ററപ്റ്റ് ഡ്രിവൺ IO എന്താണ്, പിന്നെ ഡയറക്റ്റ് മെമ്മറി ആക്സസ്, അതായത് എംബഡഡ് IO സിസ്റ്റം ഉണ്ടാവും, ജനറൽ പർപ്പസ് IO എന്താണ്, സീരിയൽ IO എന്താണ്, കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെരിഫറൽസ് ഡിവൈസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. സോ നമുക്ക് 4th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്? നമ്മൾ ഫസ്റ്റ് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് പറഞ്ഞ കാര്യത്ത് പറഞ്ഞാണ്. എന്താണ്, നമുക്ക് പുറത്തു നിന്നൊരു ഇൻപുട്ടിനെ റിസീവ് ചെയ്ത് അതിന് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി കൊടുക്കുമ്പോഴാണ് അതൊരു ഇൻപുട്ട് യൂണിറ്റായി മാറുന്നത്. ദെൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ എന്താണോ ആ ഒരു പ്രോസസ്സിൽ നിന്ന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്, ആ ജനറേറ്റ് ചെയ്ത ഔട്ട്പുട്ടിനെ ഹ്യൂമൻ ബീയിങ്ങിന് മനസ്സിലാകുന്ന രീതിക്ക് ട്രാൻസ്ലേഷൻസ് കാര്യങ്ങൾ നടത്തി ഡിസ്പ്ലേ ചെയ്താണെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത്, അല്ലെങ്കിൽ വോയിസിലൂടെ ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ റിസൾട്ട് ലൈക്ക് എങ്ങനെയാണോ എത്തിക്കേണ്ടത് അതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനകത്ത് മറ്റൊരു സംഭവം കൂടിയുണ്ട്, അതാണ് എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡിവൈസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആർ അക്കംപ്ലിഷ്ഡ് ത്രൂ എക്സ്റ്റേണൽ ഡിവൈസസ് എന്നാണ്. ഇൻപുട്ട് ഓപ്പറേഷൻ ആണെങ്കിലും ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണെങ്കിലും അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ്, പുറത്ത് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഡിവൈസുകളാണ് എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റും കമ്പ്യൂട്ടറും തമ്മിൽ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, ഒരു മീൻ ആയിട്ടാണ് പറയുന്നത് എന്തിനെ, എക്സ്റ്റേണൽ ഡിവൈസിനെ പറയുന്നത്. എക്സ്ചേഞ്ചിങ് ഡേറ്റ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, അതായത് ഒരു ഹ്യൂമൻ ആണ്, ഒരു യൂസർ ആണ് കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ യൂസറിനും ആ കമ്പ്യൂട്ടറിനും ഇൻ ബിറ്റ്വീൻ ഡേറ്റ എക്സ്ചേഞ്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു മീൻ ആണെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് ഒരു IO മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലിങ്ക് ചെയ്യുന്നത്. പല എക്സ്റ്റേണൽ ഡിവൈസസിനെയും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഒരു IO മൊഡ്യൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ ലിങ്ക് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡേറ്റ, സ്റ്റാറ്റസ് ഓഫ് ദ ഡിവൈസ് ഓർ കൺട്രോൾ ഓഫ് ദ ഡിവൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് യൂസ് ചെയ്യുന്നത്. സോ IO മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ലിങ്ക് ആണ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ളത്, എക്സ്റ്റേണൽ ഡിവൈസിനെ കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിങ്ക് ആണ് IO മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ IO മൊഡ്യൂൾ എന്ന് പറയുന്ന ലിങ്ക് യൂസ് ചെയ്യുന്നത് കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് അതല്ലെങ്കിൽ ഡേറ്റാസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ അക്കംപ്ലിഷ് ചെയ്ത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു യൂസറിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഡേറ്റ എക്സ്ചേഞ്ചിങ്ങിനോ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മീഡിയം ആണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് പറയുന്നത്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കിനെയാണ് IO മൊഡ്യൂൾ എന്ന് വിളിക്കുന്നത്. IO മൊഡ്യൂളിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ എന്താണ് ഡേറ്റാസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇനി an external device connected to an IO module is referred to as a peripheral device or a peripheral. ഒരു എക്സ്റ്റേണൽ ഡിവൈസിനെ നമ്മൾ IO മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്ത്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു സംഭവമല്ല, കമ്പ്യൂട്ടറിലേക്ക് ഒരു IO മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഡിവൈസിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനാണ് വിളിക്കുന്നത് പെരിഫറൽ ഡിവൈസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പെരിഫറൽ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, കുറെ ലൈക്ക് തിയറി കാര്യങ്ങളാണ്. ഇനി ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പല രീതിയിലുള്ള ഡിവൈസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ റീഡബിൾ, എന്താണ്, കമ്പ്യൂട്ടറിനും യൂസറിനും ഇൻബിറ്റ്, അതായത് ഹ്യൂമൻസിന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആ ഒരു കാറ്റഗറൈസേഷൻ ആണ് അവിടെ വരുന്നത്. നമ്മൾ സ്ക്രീൻ അല്ലെങ്കിൽ പ്രിന്റർ അല്ലെങ്കിൽ കീബോർഡ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈപ്പിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, ആ രണ്ട് ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ സ്ക്രീനും കീബോർഡും ഒരുമിച്ച് വന്നിരിക്കുന്നത്. കീബോർഡ് ആസ് ഇൻപുട്ട് ആണെങ്കിൽ സ്ക്രീൻ അല്ലെങ്കിൽ പ്രിന്റർ എന്ന് പറഞ്ഞാൽ ആസ് ഔട്ട്പുട്ട് ആണ്. സോ അങ്ങനെയുള്ള, അതായത് കമ്മ്യൂണിക്കേഷൻ വിത്ത് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റീഡബിൾ എന്ന് പറയുന്നത്. ഇനി മെഷീൻ റീഡബിൾ ഒരു പർട്ടിക്കുലർ എക്യുപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, മാഗ്നറ്റിക് ഡിസ്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പ് ഒക്കെ എന്താണ്, വേറൊരു എക്യുപ്മെന്റിന് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്.
ഇനി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലോ റിമോട്ട് ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഫോർ എക്സാമ്പിൾ മോഡം, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്നൊക്കെ പറയുന്നത് പെരിഫറൽ ഡിവൈസ് അല്ലെങ്കിൽ പെരിഫറൽ ആ ഒരു IO മൊഡ്യൂൾ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എക്സ്ട്രാ കണക്ട് ചെയ്യുന്ന ഒരു എന്താണ് പെരിഫറൽ ഡിവൈസസ് ആണ്. ആ പെരിഫറൽ ഡിവൈസസിനെ പല രീതിയിലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഒന്നുകിൽ ഹ്യൂമൻ റീഡബിൾ, ഹ്യൂമൻസിന് മനസ്സിലാവുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മെഷീൻ റീഡബിൾ, മെഷീൻസിന് ഒരു എക്യുപ്മെന്റിന് കിട്ടുന്ന രീതിക്ക്, ദെൻ കമ്മ്യൂണിക്കേഷൻ പർട്ടിക്കുലർ ആയിട്ടുള്ള റിമോട്ട് ഡിവൈസസിനൊക്കെ മനസ്സിലാവുന്ന രീതിക്ക്. ഇവിടെ ഒരു ജനറിക് മോഡൽ ഓഫ് IO മൊഡ്യൂൾ കാണിച്ചിട്ടുണ്ട്. ജനറിക് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു IO മൊഡ്യൂൾ ഉണ്ടായിരിക്കും. ഈ IO മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 3 രീതിയിലുള്ള, അല്ലെങ്കിൽ അവിടെ സിസ്റ്റം ബസ്സസ്, ഏതൊക്കെ രീതിയിൽ ബസ്സസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, ഡേറ്റാ ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. ഈ 3 ബസ്സസുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും IO മൊഡ്യൂൾ എന്ന് പറയുന്നത്. IO മൊഡ്യൂളിൽ നിന്ന് കണക്ഷൻ പോകുന്നത് എങ്ങോട്ടേക്കാണ്? പെരിഫറൽ ഡിവൈസസിലേക്കുള്ള കണക്ഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ IO മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനും പെരിഫറൽ ഡിവൈസസിനും ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ആക്ച്വലി ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു പെരിഫറൽ ഡിവൈസിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ ബസ്സസുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. നമുക്കറിയാം സിസ്റ്റം ബസ് 3 തരത്തിലുണ്ട്. ഒരു അഡ്രസ് പ്രൊവൈഡ് ചെയ്യാനും ഡേറ്റ പ്രൊവൈഡ് ചെയ്യാനും കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള 3 തരത്തിലുള്ള ബസ്സസ്. ആ സിസ്റ്റം ബസ്സിലേക്കാണ് ഈ IO മൊഡ്യൂളിനെ കണക്ട് ചെയ്യുന്നത്. ഈ IO മൊഡ്യൂളിൽ നിന്നാണ് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്? പെരിഫറൽ ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടറും പെരിഫറൽ ഡിവൈസും തമ്മിലുള്ള ഇൻ ബിറ്റ്വീൻ ചാനലാണ്, അല്ലെങ്കിൽ ഒരു ലിങ്ക് ആണ് IO മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഒരു എക്സ്റ്റേണൽ ഡിവൈസിന്റെ ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ ഡിവൈസ് എന്താന്ന് പറഞ്ഞു, അതിന്റെ പലതരത്തിലുള്ള കാറ്റഗറി പറഞ്ഞു. സോ ഒരു എക്സ്റ്റേണൽ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ഡിവൈസിന്റെ ഉള്ളിൽ ഒരു കൺട്രോൾ ലോജിക് ഉണ്ടാകും. പിന്നെ എന്താണ്? ഒരു ബഫർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും. ഇത് എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത്, അതായത് ഈ കൺട്രോൾ ലോജിക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താണ് ഈ എക്സ്റ്റേണൽ ഡിവൈസിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യും? ഒരു IO മൊഡ്യൂൾ യൂസ് ചെയ്യും. ഈ IO മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്ന കൺട്രോൾ സിഗ്നൽസിനെ കൺട്രോൾ ലോജിക്ക്, എക്സ്റ്റേണൽ ഡിവൈസിന്റെ കൺട്രോൾ ലോജിക്ക് അല്ലെങ്കിൽ കൺട്രോളിലേക്കാണ് കൊടുക്കുന്നത്. ആ കൺട്രോളിൽ നിന്നാണ് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ബഫർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റ ടു ആൻഡ് ഫ്രം ദ എൻവയോൺമെന്റ് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ക്രീനിലൂടെ ആണെങ്കിൽ, സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതാവില്ല, ലൈക്ക് നമ്മുടെ ഒരു സ്പീക്കർ നമ്മൾ വെച്ചേക്കുവാണെങ്കിൽ ആ സ്പീക്കറിലേക്ക് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരു IO മൊഡ്യൂളിൽ നിന്ന് ഇന്ന ഡേറ്റയാണ്, അല്ലെങ്കിൽ ഇന്ന കൺട്രോൾ ആണ്, അല്ലെങ്കിൽ ഇന്ന അതായത് ഫോർ എക്സാമ്പിൾ ഒരു സോങ് ആണ് കൊടുക്കേണ്ടത്. സോങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്. സോ ആ സോങ്ങിനെ റീഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ സോങ്ങിനെ പ്രസന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 3 കാര്യങ്ങൾ കൊടുക്കും. ഈ IO മൊഡ്യൂളിൽ നിന്നുള്ള ഒരു കൺട്രോൾ സിഗ്നൽ കൊടുക്കും. ഇനി ഈ IO മൊഡ്യൂളിലേക്ക് തിരിച്ച് അതിന് എന്ത് ചെയ്യും? സ്റ്റാറ്റസ് പോകും. ഇനി ഡേറ്റ, അത് പ്ലേ ചെയ്യേണ്ട സോങ് അങ്ങോട്ട് വരും. സോ അതെന്താണ്? ഡേറ്റയാണ്. സോ കൺട്രോൾ സിഗ്നൽ കൺട്രോൾ ലോജിക്കിൽ വന്നു കഴിഞ്ഞാൽ IO മൊഡ്യൂളിനോട് ഈ ഒരു കൺട്രോൾ ലോജിക്ക് പറയുവാണ് എക്സ്റ്റേണൽ ഡിവൈസ് ഓക്കെ ആണ്, സ്റ്റാറ്റസ് അറിയിക്കുന്നു, അത് പ്രിവെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ എന്താണ് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ ഈ സ്പീക്കർ എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഡിവൈസ് ഓക്കെ ആണെന്നുള്ള ഒരു സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ ഡേറ്റ ബിറ്റ്സിനെ ആ IO മൊഡ്യൂളിൽ നിന്ന് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ബഫറിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊണ്ടുവരുന്നു. എപ്പോഴാണോ ഈ കൺട്രോൾ വരുന്നത്, ആ കൺട്രോൾ അനുസരിച്ച് ഇവിടെയുള്ള ഡേറ്റയെ, അതായത് ഒരു സോങ് പ്ലേ ചെയ്യാനാണെങ്കിൽ കൂടി ആ സോങ്ങിനെ ഇങ്ങോട്ടേക്ക് പ്ലേ ചെയ്യിക്കുന്നു. അതാണ് ഫ്രം എൻവയോൺമെന്റ്, ടു ആൻഡ് ഫ്രം എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് ഡിവൈസിന്റെ കേസിലാണെങ്കിലോ നമ്മളിപ്പോ ഈ പറഞ്ഞതെല്ലാം നേരെ തിരിച്ച് ഇവിടെ നിന്ന് IO മൊഡ്യൂളിലേക്ക് പോകുന്ന രീതിക്ക് വരുന്നു. അതാണ് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ബ്ലോക്ക് ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് രണ്ടാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത് IO മൊഡ്യൂളിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. IO മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന, അതായത് കമ്പ്യൂട്ടറിന്റെയും ഒരു പെരിഫറൽ ഡിവൈസിന്റെയും എക്സ്റ്റേണൽ ഡിവൈസിന്റെയും ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു ലിങ്ക് ആണ്. ഈ IO മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. സോ IO മൊഡ്യൂളിന്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. IO മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൺട്രോൾ ആൻഡ് ടൈമിംഗ് നോക്കണം, പ്രോസസർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ദെൻ ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ ബഫറിംഗ്, എറർ ഡിറ്റക്ഷൻ. ഇത്രയും ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും യൂണിറ്റ്സ് അവിടെ വരുന്നുണ്ട്. കൺട്രോൾ ആൻഡ് ടൈമിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സർ എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ ഇന്റേണൽ ഡിവൈസുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ IO അല്ലെങ്കിൽ ആ ഒരു എന്താണ് പർട്ടിക്കുലർ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ അതിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങോട്ടേക്ക് വിട്ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു എക്സ്റ്റേണലും അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഡിവൈസസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഡേറ്റയുടെ ട്രാഫിക്കിനെ കോർഡിനേറ്റ് ചെയ്യണം. അതാണ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ടോ ഇന്റേണൽ ഡിവൈസ് ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്
അവിടെ ചില ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന പ്രോസസ്സ് നടക്കണം, ഇന്ന സമയത്ത് ഇന്നതാണ് നടക്കേണ്ടത്, അങ്ങനെയുള്ള കൺട്രോളിങ്ങും ടൈമിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആർക്കുണ്ട്? ഈ IO മൊഡ്യൂളിനുണ്ട്. IO മൊഡ്യൂൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എക്സ്റ്റേണൽ ഡിവൈസിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രോസസറിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആ പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയത്താണ് ഈ എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സമയത്താണ് ഈ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് റിസീവ് ചെയ്യേണ്ടത്. ആ ഒരു ഫംഗ്ഷനിങ് അവിടെ പോസിബിൾ ആക്കണം. ഇന്ന ടൈമിൽ വരുന്ന ഡേറ്റനെ ഇന്ന യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ആ ഒരു കൺട്രോളിങ് നടത്തുന്ന ആരാണ്? ഈ ഒരു മൊഡ്യൂളാണ്. ഇനി IO സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താണ്? ആദ്യം എന്ത് ചെയ്യുന്നു? CPU അല്ലെങ്കിൽ പ്രോസസർ എന്ത് ചെയ്യുന്നു? ഈ ഡിവൈസിന്റെ സ്റ്റാറ്റസ് നോക്കുന്നു. IO മൊഡ്യൂളിന്റെ ഡിവൈസ് സ്റ്റാറ്റസ് നോക്കുന്നു. IO മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു? അതിന്റെ എന്താണ്, ലൈക്ക് ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ഓക്കെ ആണോ എന്നുള്ള രീതിക്ക് റിട്ടേൺ ചെയ്യുന്നു, സ്റ്റാറ്റസ് റിട്ടേൺ ചെയ്യുന്നു. റെഡി ആണെങ്കിൽ CPU എന്ത് ചെയ്യുന്നു? ഡേറ്റ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് ചെയ്യുന്നു. IO മൊഡ്യൂളിന് ആ ഡിവൈസിൽ നിന്ന് ഡേറ്റ കിട്ടുന്നു. IO മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു? ഡേറ്റനെ ഒന്നുകിൽ അതായത് IO മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും, ലൈക്ക് ഇൻപുട്ടിനെ റിസീവ് ചെയ്യുന്നു, ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഒരു രീതിക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ 2 ടാസ്ക് വരുന്നത്. ഇപ്പൊ IO മൊഡ്യൂൾ ഞാൻ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു സ്കാനർ ആണ്. ലൈക്ക് ഞാൻ ഒരു ബാർകോഡ് റീഡ് ചെയ്യുന്ന ഒരു സ്കാനർ ആണ് എന്റെ ഒരു പെരിഫറൽ ഡിവൈസ് എന്ന് വെച്ചോ. ഈ പെരിഫറൽ ഡിവൈസിനെ ബാർകോഡ് റീഡർ എന്ന് പറയുന്ന പെരിഫറൽ ഡിവൈസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ IO മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട്, IO മൊഡ്യൂൾ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ ആ കമ്പ്യൂട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുന്നു? CPU ഇങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു USB കുത്തുന്ന സമയത്ത് CPU എന്ത് ചെയ്യുന്നു? എന്താണ് അവിടെ റൺ ചെയ്യുന്നത്, എന്താണ് അവിടെ വന്നത്, ഓട്ടോമാറ്റിക്കലി എന്താണ് ഒരു എക്സ്റ്റേണൽ സംഭവം നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യും, എന്താണെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യും. ഇൻ കേസ് ഒരു പെൻഡ്രൈവ് കൂടിയാണെങ്കിൽ പോലും അവിടെ അനാലിസിസ് നടക്കുന്നു. സോ അനലൈസ് ചെയ്യുമ്പോൾ CPU എന്ത് ചെയ്യുന്നു? ഈ IO മൊഡ്യൂൾ ഡിവൈസ് എന്താണ്, അത് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതാണോ, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ആ ഒരു കാര്യം റൺ ചെയ്യുന്നു. ഇനി ആ റൺ ചെയ്തതിന്റെ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ IO മൊഡ്യൂളിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന പെരിഫറൽ ഡിവൈസ് ആണ് അവിടെ കണക്ട് ചെയ്തത്, ബാർകോഡ് റീഡർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ബാർകോഡ് റീഡറിന്റെ ഫംഗ്ഷൻ ഇന്നതാണ് എന്ന് ആര് മനസ്സിലാക്കുന്നു? പ്രോസസർ അല്ലെങ്കിൽ സിസ്റ്റം CPU മനസ്സിലാക്കുന്നു. കാരണം സിസ്റ്റം CPUന്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോസസ്സിംഗ് നടത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സോ എന്ത് ചെയ്യുന്നു? ഈ ബാർകോഡ് റീഡർ ഓക്കെയാണ്, ബാർകോഡ് റീഡർ റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു ബീപ്പ് സൗണ്ടോടുകൂടി അതിനെ റീഡ് ചെയ്യുന്നു, ഡേറ്റനെ റീഡ് ചെയ്യുന്നു. അങ്ങനെ റീഡ് ചെയ്യുന്ന ഡേറ്റനെ ആ ഡിവൈസിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലൂടെ വന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. അതായത് ആ ഒരു റീഡിങ് ഫംഗ്ഷൻ, ലൈക്ക് ഇവിടെ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ബാർകോഡ് റീഡർ ഉപയോഗിച്ച് ഞാനൊരു കുട്ടിയുടെ ആൻസർ ഷീറ്റ് ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ആ റീഡ് ചെയ്ത വാല്യൂ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിൽ നിന്ന് തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഒരു സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ആയി വരിക ചെയ്യുന്നത് അല്ലേ? സോ ആ ഒരു കൺവേർഷനും ആ ഒരു പ്രോസസ്സിങ്ങും, അല്ലാതെ ഒരു ബാർകോഡ് റീഡറിന്റെ മാത്രം ലൈക്ക് ആ ഒരു ഫംഗ്ഷനിങ്, ആ ഒരു ബാർകോഡ് റീഡറിന്റെ മാത്രം ഡ്യൂട്ടി അല്ല ആ ഒരു ഇത് പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ സ്ക്രീനിൽ ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ CPU ബാർകോഡ് റീഡറും കൂടിയുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ IO ലിങ്ക് അല്ലെങ്കിൽ IO മൊഡ്യൂൾ എന്ന് പറയുന്ന ലിങ്കിലൂടെയാണ് പോസിബിൾ ആവുള്ളൂ. സോ ആ ഒരു സ്റ്റെപ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇനിയിപ്പോ അത് ബാർകോഡ് റീഡറിന്റെ കേസ് പറഞ്ഞു, ഈ IO മൊഡ്യൂൾ ഗെറ്റ് ദ ഡേറ്റ ഫ്രം ദ ഡിവൈസ് എന്ന് പറഞ്ഞു. ഇനി IO മൊഡ്യൂളിലേക്ക് ഡേറ്റനെ കിട്ടിക്കഴിഞ്ഞാൽ IO മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡേറ്റനെ CPU കൊടുക്കുന്നു. CPU ആണ് അതിനെ പിന്നീട് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യിക്കുന്നത്. അത്രയും സ്റ്റെപ്സ് ആണ് അവിടെ വരുന്നത്. ആദ്യം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു, ദെൻ സ്റ്റാറ്റസിനെ റിട്ടേൺ ചെയ്യുന്നു IO മൊഡ്യൂൾ. CPU റിക്വസ്റ്റ് ചെയ്യുന്നു ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. IO മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു? ആ ഡേറ്റ ഡിവൈസിൽ നിന്ന് കിട്ടുന്നു. IO മൊഡ്യൂളിൽ നിന്ന് കിട്ടിയ ഡേറ്റ CPU ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു പ്രോസസർ കമ്മ്യൂണിക്കേഷൻ, ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് പ്രോസസറിൽ പ്രോസസ് നടക്കുന്നത്, ഡിവൈസസ് എങ്ങനെയാണ് വരുന്നത്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഫിഗർ ഒന്ന് IO മൊഡ്യൂളിന്റെ ഒരു ഡയഗ്രം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. IO മൊഡ്യൂളിന്റെ ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് നോക്കിക്കേ? ഡേറ്റ രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാറ്റസ് ഓർ കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് നടത്തണമെങ്കിൽ അവിടെ കൺട്രോൾ രജിസ്റ്റേഴ്സ് വേണം. ഡേറ്റ റിട്രീവ് ചെയ്യാനോ അങ്ങോട്ട് പാസ് ചെയ്യാനൊക്കെ വേണം, ഡേറ്റ രജിസ്റ്റേഴ്സും വേണം. ഇനി ഇവിടെ ഒരു IO ലോജിക് യൂണിറ്റ് ഉണ്ട്. IO ലോജിക് യൂണിറ്റിനകത്താണ് അഡ്രസ് ലൈൻസും അതുപോലെ തന്നെ കൺട്രോൾ ലൈൻസും വരുന്നത്. IO ലോജിക് ഡിവൈസ് ആരൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്? ഈ ഡേറ്റയും അതുപോലെ തന്നെ ഈ സ്റ്റാറ്റസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡിവൈസ് ഇന്റർഫേസ് ലോജിക്കും തമ്മിലും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡിവൈസ് ഇന്റർഫേസ് ലോജിക് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള, അതായത് ഒരു എക്സ്റ്റേണൽ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ ഡിവൈസ് ലോജിക് ഇന്റർഫേസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഇന്റർഫേസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഡേറ്റാസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ ഹാൻഡ്ലിങ്ങിനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഒരു യൂണിറ്റ് മാത്രമല്ല ഉണ്ടാവുള്ളൂ. ആ എക്സ്റ്റേണൽ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അതിന്റെ ഫംഗ്ഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ഇന്റർഫേസ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി, ആ ഒരു യൂണിറ്റ്സ് വരുന്നത്.
എന്താണോ അതിന്റെ ഫംഗ്ഷൻ, ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ പെരിഫറൽ ഡിവൈസിന്റെ എന്താണോ ഫംഗ്ഷൻ അതിനനുസരിച്ച് കൊണ്ടുള്ള ഇന്റർഫേസുകൾ അവിടെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവിടെ. സോ IO മൊഡ്യൂൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. IO മൊഡ്യൂളിൽ ആദ്യം കൺട്രോൾ ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത് പറഞ്ഞു. ഇനി IO സ്റ്റെപ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. പ്രോസസർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് IO എന്താണ്, IO മൊഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലിങ്ക് ആണ്. ആ ലിങ്ക് എന്ത് ചെയ്യണം, പ്രോസസറായിട്ട് മസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അതിനെ കമാൻഡ് ഡീകോഡിങ്, അതായത് പ്രോസസറിൽ നിന്നുള്ള കമാൻഡ്സിനെ IO മൊഡ്യൂൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ സിഗ്നൽ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ബസ്സിലേക്ക് ആക്ട് ചെയ്യുന്നു. സോ ആ ഒരു കൺട്രോൾ ബസ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റാ ബസ്, ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, 3 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. കൺട്രോൾ ഉണ്ട്, ഡേറ്റ ഉണ്ട്, അഡ്രസ് ഉണ്ട്. ഈ 3 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോസസറിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. സോ ആദ്യം എന്ത് ചെയ്യുന്നു, കമാൻഡ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. അതായത് IO മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു, കമാൻഡ്സിനെ പ്രോസസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് ആ സിഗ്നൽസിനെ കൺട്രോൾ ബസ്സിലൂടെ സെൻഡ് ചെയ്യുന്നു. ഇനി ഡേറ്റ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പ്രോസസറും IO മൊഡ്യൂളും എന്താണ്, ഡേറ്റാ ബസ്സിലൂടെ ആയിരിക്കും. സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, പ്രോസസറിന് അറിയണം IO മൊഡ്യൂൾ ബിസി ആണോ റെഡി ആണോ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അവിടെ വരുന്നത്. പിന്നെ അഡ്രസ് റെക്കഗ്നിഷൻ, IO മൊഡ്യൂളിന് അറിയണം ഏത് അഡ്രസ്സിലേക്ക് വേണ്ടിയിട്ടാണ് പെരിഫറൽസിലെ ഏത് അഡ്രസ്, യൂണിക് അഡ്രസ് കൊടുത്ത ആ അഡ്രസ്സിലേക്കാണ് ഡേറ്റ വരേണ്ടത്. ആ ഡേറ്റ അനുസരിച്ച് വേണം നമുക്ക് പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനോ എന്താണോ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ പ്രോസസർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ മൂന്ന് ബസ്സസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്താൽ മതി. ഡേറ്റാ ബസ്സിലൂടെ ഡേറ്റാസിനെ റിസീവ് ചെയ്യുന്നു. സ്റ്റാറ്റസ് ബസ് അല്ലെങ്കിൽ ആ ഒരു അഡ്രസ് ബസ്സിലൂടെ അഡ്രസ്സിനെ എടുത്തിട്ട് അഡ്രസ്സിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെരിഫറൽസിൽ നിന്നുള്ള വാല്യൂസ് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സിഗ്നൽ അല്ലെങ്കിൽ കൺട്രോൾ ബസ് ഉണ്ടായിരിക്കും. ആ കൺട്രോൾ ബസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാണ് ഇന്ന സമയത്ത് ഇന്ന പ്രോസസ് നടത്തണം ഒരു കൺസെപ്റ്റാണ് വരുന്നത്. ഇനി ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് ആക്ച്വലി വരുന്നത് എന്താണ്, അതിനകത്താണ് കമാൻഡ്സും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഡേറ്റാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ ബഫറിംഗ്, നമ്മളിവിടെ ബഫർ കണ്ടായിരുന്നു. ബഫറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു മെയിൻ മെമ്മറിയിൽ നിന്നുള്ള അതിനെന്ത് ചെയ്യുന്നു, മെയിൻ മെമ്മറിയിൽ നിന്നുള്ള ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, IO മൊഡ്യൂൾസിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, IO മൊഡ്യൂളിൽ നിന്ന് ഡേറ്റാസിനെ IO മൊഡ്യൂളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പെരിഫറൽ ഡിവൈസിലേക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഫോർ എക്സാമ്പിൾ പ്രോസസറിൽ നിന്നും പെരിഫറൽ ഡിവൈസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി IO മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. സോ ഡേറ്റ ബഫറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ നമ്മൾ കുറച്ചു നേരം ബഫർ ചെയ്ത് വെക്കണമെങ്കിൽ അതൊരു ഷോർട്ട് ടൈം സ്റ്റോറേജ്, ആ ഒരു കൺസെപ്റ്റാണ് ബഫറിംഗ് കൊണ്ട് വരുന്നത്. നമുക്ക് ഇത്ര നേരത്തേക്ക് ലൈക്ക് ആ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരെ ഈസിലി നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബഫറിൽ ഒരു ലിറ്റിൽ ടൈം കുറച്ച് നേരത്തേക്കുള്ള ഒരു സ്റ്റോറേജ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇനി സ്ലോ ആയി പോകാതെ, ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് സ്ലോ ആകാതെ, മെമ്മറിയും സ്ലോ ആവാതെ ആ ഒരു കറക്റ്റ് ടൈമിംഗിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബഫറിംഗ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഇനി അവിടെ എറർ ഡിറ്റക്ഷൻ ഉണ്ട്. എറർ ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ അതാണ്, ഇൻ കേസ് എന്തെങ്കിലും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മാൽ ഫംഗ്ഷൻസ് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യുന്നു പ്രോസസറിലേക്ക്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു ബിറ്റ് പാറ്റേൺ ഡിഫറൻസ് അവിടെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അൺഇൻറ്റൻഷൻ ആയിട്ടുള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ അതിന് സൊല്യൂഷൻ കാണുന്ന രീതിക്ക് ഒരു എറർ ഡിറ്റക്ഷൻ മൊഡ്യൂളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എറർ ഡിറ്റക്ഷൻ മൊഡ്യൂളും, ഇതെല്ലാം മൊഡ്യൂൾസ് ആണ്. അതായത് IO മൊഡ്യൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എന്തൊക്കെ ഒരു ഇത് ഇൻക്ലൂഡഡ് ആണ്. IO മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ പ്രോസസ് നടക്കുന്നുണ്ട്. കൺട്രോൾ ആൻഡ് ടൈമിംഗ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇന്ന സമയത്ത് ഇന്ന പ്രോസസ് നടക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതായത് നമ്മള് എന്താണ്, ഇന്ന ടൈമില് ഇന്ന കൺട്രോൾ, ഇന്ന ടൈമില് ഇന്ന പ്രോസസ് ആണ് നടക്കേണ്ടത്, റീഡിംഗ് ആണ് നടക്കേണ്ടത് അല്ലെങ്കിൽ പ്രിന്റിംഗ് ആണ് നടക്കേണ്ടത്. ആ ഒരു പറയുന്നതാണ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത്. പ്രോസസർ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, നമ്മൾ ഡേറ്റ, സിസ്റ്റം ബസ്, ഡേറ്റാ ബസ്, അഡ്രസ് ബസ്, ആ 3 രീതിയിലുള്ള ബസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളാണ് പറയുന്നത്. ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് സ്റ്റാറ്റസ് ഓഫ് ദാറ്റ് ഇൻഫർമേഷൻ റെഡി ആണോ, അത് ആ വക കാര്യങ്ങളാണ് വരുന്നത്. ഡേറ്റ ബഫറിംഗിൽ ബഫർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു IO മൊഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസിലും ഒരു ബഫർ ഉണ്ട്, ആ ഒരു ബഫറിംഗ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കൺസെപ്റ്റ് ആണ്. എറർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഉണ്ട്. എറർ ഡിറ്റക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും മാൽഫങ്ഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പരമായിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും മാൽഫങ്ഷൻസ് നടന്നാൽ പോലും റിപ്പോർട്ട് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. ഇനി അവിടെ ഡിഫറെന്റ് ടൈപ്പിലുള്ള IOs ഉണ്ട്. പ്രോഗ്രാംഡ് IOയും ഇന്ററപ്റ്റ് ഡ്രിവൺ IOയും.